ഹായ് എവരിവൺ. ഞാൻ നോർമലി ഇംഗ്ലീഷിൽ സയൻസ് ഫിക്ഷൻ ആക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാണാൻ വേണ്ടി കൂടുതൽ താല്പര്യപ്പെടുന്ന ഒരാളാണ്. മൂവീസ് ആണെങ്കിലും സീരീസ് ആണെങ്കിലും. എന്നാൽ തന്നെ നല്ലപോലെ റിവ്യൂസ് ഒക്കെ ഉള്ള കുറെ പേര് നല്ല അഭിപ്രായം പറയുന്ന സീരീസുകൾ ഞാൻ എപ്പോഴും ഒരു ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അതിൽ ചില സീരീസുകൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് മണി ഹേസ്റ്റ്. അതിന്റെ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാതെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എനിക്ക് കണ്ടതിൽ വളരെ ഇഷ്ടപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഡ്രാമ സീരീസ് ആണ് ദ ലിങ്കൻ ലോയർ. അതിന്റെ 3 സീസൺസ് ഓൾറെഡി റിലീസ്ഡ് ആയി. ഞാനത് ഫുള്ള് കണ്ടു തീർത്താണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അത് നല്ലൊരു ഡ്രാമ ജോണറിൽ പോകുന്ന ഒരു അടിപൊളി സീരീസ് ആണ്. ഈ ലിങ്കൻ ലോയർ എന്ന പേരിൽ 2011 മാത്യു മക്കോനഹയുടെ ഒരു മൂവി വന്നിരുന്നു. ആ മൂവി ഞാൻ കണ്ടിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അതിന്റെ ഒരു ഡയറക്റ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഈ രണ്ട് കണ്ടന്റ്സും, അതായത് ഈ ഒരു മൂവിയും ഈ ഒരു സീരീസും മൈക്കിൾ കോണലിയുടെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ്. ഈ ക്യാരക്ടർ അടിപൊളിയാണ്. അതിൽ മൂവിയിലാണെങ്കിലും സീരീസിലാണെങ്കിലും ഈ ക്യാരക്ടറിന്റെ പൊട്ടറിങ് അടിപൊളിയാണ്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് ആണ്. അതില് നമ്മൾ ഇപ്പം ഫസ്റ്റ് സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി സ്ലോ ആയിട്ട് ബിൽഡ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറി ഫ്ലോയിലാണ് പോകുന്നത്. ഓരോ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. ഒട്ടും തന്നെ ഡാർക്ക് അല്ലാത്ത കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഹാപ്പി വൈബിൽ പോകുന്ന സീരീസ് ആണ്. എല്ലാ സീസണും എൻഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഹാപ്പി വൈബിലാണ് എൻഡ് ചെയ്ത് പോകുന്നത്. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ്. സസ്പെൻസ് മിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ കുറെ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളൊക്കെയാണ്. അതായത് ഒരു ലോയർ, പുള്ളിക്കാരന്റെ ഫേമിൽ വരുന്ന കേസസ്, പുള്ളി അത് ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അല്ല ആ കേസ് വെച്ച് പുള്ളിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പുള്ളിയുടെ ലൈഫിലുള്ള പേഴ്സണൽ ഇഷ്യൂസ്, കോൺഫ്ലിക്ട്സ്, അതെല്ലാം കാണിക്കുന്ന ഒരു സീരീസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് ഈ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. നല്ല നമ്മളിപ്പം ബിങ് വാച്ച് ചെയ്ത് കാണാൻ നമുക്ക് വളരെ ഇൻട്രസ്റ്റിൽ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു സീരീസ് ആണ്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുള്ളൂ, അതുപോലൊരു സീരീസ് ആണ്. ഇതിന്റെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 4th സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി റിലീസ്ഡ് ആണ്. അത് ഞാൻ കണ്ടില്ല, കാണണം. അതുപോലെ തന്നെ ഡ്രാമ ജേണറിൽ അല്ല ഇംഗ്ലീഷ് സീരീസ് തന്നെ ഇഷ്ടപ്പെട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ തന്നെ കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ സീരീസ് റിലേറ്റഡ്, മൂവി റിലേറ്റഡ്, എന്റർടൈൻമെന്റ് റിലേറ്റഡ് കണ്ടന്റ്സിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.